ഇനി നമ്മളൊരു സ്ട്രാപ്പ് ബ്ലൗസാണ് തുന്നാൻ പോകുന്നത്. നമുക്ക് ആദ്യം ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത് വേണ്ടത് 13 ഇഞ്ചാണ്. 1 ഇഞ്ച് ഞാൻ സ്റ്റിച്ചിങ് മാർജിൻ ഇട്ടിട്ട് 14 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് സ്കെയിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെയാണ് ഷോൾഡർ വരുന്നത്. ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു സ്ക്വയർ വരച്ചെടുക്കാം. സാധാരണയായി നമ്മൾ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതേ അളവിലാണ് ആം ഹോൾ മാർക്ക് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ സ്ട്രാപ്പ് ബ്ലൗസ് ആയതുകൊണ്ട് ഷോൾഡർ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സ്ക്വയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 1 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.25 ഇഞ്ചസാണ് കൊടുക്കുന്നത്. അത് നെക്കിൻ്റെ ഷോൾഡർ ഭാഗത്തും കുറച്ച് താഴെയായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൽ നിന്ന് 4 ഇഞ്ച് താഴെയായിട്ടാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നെക്കിൻ്റെ ഡെപ്ത്ത് വേണ്ടത് 5 ഇഞ്ചാണ്. അത് ഞാനിങ്ങനെ സെൻറ്റർ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള നെക്ക് സ്വീറ്റ് ഹാർട്ട് ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നേരെ 4 ഇഞ്ചിലേക്ക് ഒരു കർവ് ഷേപ്പിൽ വരച്ചിട്ട് ആം ഹോളിന് വരച്ചിരിക്കുന്ന കർവിലേക്ക് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിന് തൊട്ട് താഴെയായി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചസാണ്. 32 ഡിവൈഡഡ് ബൈ 4 8 ഇഞ്ചാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അത് മാർക്ക് ചെയ്യുക. പ്ലസ് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ പ്രിൻസസ് കട്ടിലെ മാർജിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പ്ലസ് 2 ഇഞ്ചസ് നോർമൽ മാർജിൻ കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചസാണ്. 28 ഡിവൈഡഡ് ബൈ 4 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനോടൊപ്പം ഒരു 1 ഇഞ്ച് നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടി മാർജിൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് 2 ഇഞ്ചസ് നോർമൽ മാർജിനും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ലൈനുകൾ തമ്മിലൊന്ന് ജോയിൻ്റ് ആക്കിയിട്ട് ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇനി എനിക്ക് വേണ്ടത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് നോക്കുമ്പോൾ ഈ ഒരു എക്സ്ട്രാ കർവ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടോ അത്രയുമാണ് നമുക്ക് ബാക്കായിട്ട് വേണ്ടത്. പിന്നെ ബാക്കിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ഈ ഒരു വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഈ ബ്ലൗസിന് ബാക്കിലാണ് നമ്മൾ ഹുക്ക് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ ചെറിയൊരു ഡീപ്പായിട്ട് വരുന്ന വിധത്തിലുള്ള നെക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ കാണുന്ന പോർഷനാണ് നമുക്ക് ഹുക്ക് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ടിലെ ലൈനിങ് പീസ് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർജിനായിട്ട് വിട്ടിട്ടുണ്ട്. ആ ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. അത് നമുക്ക് മാർജിൻ്റെ ഉള്ളിൽ പോകാനുള്ള ഭാഗമാണ്. അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഒരു കർവ് പോലെ നമ്മളിങ്ങനെ ആ ഒരു ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എൻ്റെ ക്യാമറ ഓഫായി പോയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ടക്ക് മാർക്ക് ചെയ്യുന്നതും പ്രിൻസസ് കട്ട് ചെയ്യുന്നതും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ ഇതിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ എന്തായാലും 2 ലെയർ ലൈനിങ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ലൈനിങ്ങിൽ ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത് കാണിക്കാം. മുമ്പ് ചെയ്തതുപോലെ തന്നെ ആം ഹോളും നെക്ക് ലൈനും ഒക്കെ ഞാനിതിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഞാൻ ഈ വേസ്റ്റ് ബാൻഡിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുകളിലായിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് താഴെയായിട്ട് ഞാൻ ടക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് വരെയുള്ള പോർഷനാണ് നമ്മൾ ടക്കായിട്ട് മാർക്ക് ചെയ്യുന്നത്. നോർമലി ഒരു 10-10.5 ഇഞ്ച് ആ ഒരു ലെവൽ തന്നെയാവും വരാറുള്ളത്. വേസ്റ്റ് ബാൻഡിൽ ഇട്ട മാർക്കിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 1/2 ഇഞ്ച് മാറ്റിയിട്ട് മറ്റൊരു മാർക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന 2 മാർക്കുകൾ നമ്മൾ ടക്കിലേക്ക് ഇങ്ങനെ വരച്ച് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടി വരച്ചിരിക്കുന്ന സ്ക്വയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു ടക്ക് പോയിന്റിലേക്ക് ഇങ്ങനെ ചെറിയൊരു കർവായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ജോയിൻ്റ് ആക്കി കൊടുക്കണം. ഈ ലൈൻസ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാപ്പിൽ വെക്കുന്നത് ഒരു എംബ്രോയ്ഡറി മെറ്റീരിയലാണ്. അത് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു കോണ് പോലെ വരുന്ന ഭാഗം നമ്മൾ വെട്ടി കളയേണ്ടതുണ്ട്. ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് പിടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് കട്ട് ചെയ്തെടുക്കണം. നോർമലി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് അത് അഡ്ജസ്റ്റ് ചെയ്യാറ്. ഇവിടെ ഇപ്പം ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ഉള്ള എല്ലാ ലൈനിങ്ങും ഞാൻ 2 ലെയർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലെ ഒരു ലെയർ ലൈനിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വെച്ച് ഞാനിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു 1/4 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ആം ഹോളിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്തും താഴ്ഭാഗത്തും ഇങ്ങനെ ഓരോ ഗ്യാപ്പ് കാണാം. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു 3 പീസും ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നെക്ക് അടിച്ചിട്ട് തിരിച്ചു മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈനിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു 3 പീസും നമ്മൾ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. സാരിയോടൊപ്പം സ്ട്രാപ്പിന് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതിലും 2 ലെയർ ലൈനിങ് വെച്ചതിന് ശേഷം ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് എടുക്കുന്നുണ്ട്.
തിക്കായിട്ടുള്ള മെറ്റീരിയലാണെങ്കിൽ നമ്മൾ സിംഗിൾ ലെയർ ഇട്ട് മറിച്ചെടുത്താൽ മതി. ഇത് ഷിഫോൺ മെറ്റീരിയലാണ്, അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ഉള്ളിലുള്ള സ്റ്റിച്ചൊക്കെ തെളിഞ്ഞ് കാണും. അത് കാരണമാണ് ഞാൻ ബ്ലൗസിനും അതുപോലെ തന്നെ സ്റ്റാപ്പിനും ഒക്കെ 2 ലെയർ ലൈനിങ് ഇടുന്നത്. ഇവിടെ ജോയിൻ ചെയ്തെടുത്ത് ഫ്രണ്ട് പീസിന് മുകളിലായിട്ട് റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആക്കിയിട്ട് ഞാൻ ഈ സ്റ്റാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റാപ്പിൻ്റെ 2 സൈഡിലെയും ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആക്കിയതിന് ശേഷം ഞാനിതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ നെക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നെക്ക് ഞാനിങ്ങനെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർജിനൊക്കെ ഒന്ന് സ്നിപ്പ് ചെയ്തിട്ട് ഇതിനെങ്ങനെ ഒന്ന് മറിച്ചിടാം. ഇനി നെക്ക് പോർഷനിൽ സ്റ്റിച്ചിങ് മാർജിനും ലൈനിങ്ങും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഈ നെക്ക് പോർഷനൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ഷോൾഡറിൽ നിന്ന് 4 ഇഞ്ചാണ് നമ്മൾ സ്റ്റാപ്പിന് മെഷർമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് നമുക്കൊരു അഡീഷണൽ പട്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നെക്കിന് കൊടുത്തതുപോലെ തന്നെ നെക്കിന് നേരെ താഴെയായി വേസ്റ്റ് ബാൻഡിൽ നമ്മളൊരു പോയിൻറ്റഡ് കർവാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പോർഷനൊക്കെ ഞാനൊന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ബ്ലൗസിൻ്റെ ഉള്ളിൽ ടെമ്പററി ആയിട്ട് 2 പാഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിൻ ചെയ്യുമ്പം എന്തെങ്കിലും ക്രീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലൈനിങ്ങിലും അതിൻ്റെ ലെഗ് പോർഷനിലുള്ള സ്റ്റിച്ചിങ് എല്ലാം ഒരേ ഭാഗത്ത് വരുന്ന വിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ ലെങ്ത് അളക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നെക്കിന് നേരെ താഴെയായിട്ട് ഞാൻ വേസ്റ്റ് ബാൻഡിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 സൈഡിലെ ലെങ്ത് ഒക്കെ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ മാർജിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഈ മാർജിനൊക്കെ ഒന്ന് സ്നിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റിച്ചിങ് മാർജിനും അഡീഷണൽ പട്ടിയും കൂടി ചേർത്തിട്ട് നമുക്കൊരു സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതൊന്ന് ഹെമ്മിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഒരു ലെയർ ലൈനിങ്, അതിന് മുകളിലായിട്ട് ബ്ലൗസ് മെറ്റീരിയൽ, പിന്നെ ഒരു ലെയർ ലൈനിങ് കൂടി വെച്ചതിന് ശേഷം മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം തിരിച്ചിട്ടിട്ട് നമ്മളൊരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റാപ്പിന് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ള അതൊക്കെ ഒന്ന് അളന്നിട്ട് ബാക്കിൽ എവിടെയാണ് അത് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് സ്റ്റാപ്പിലും ആ ബോഡിയിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹൂക്കിനും വൈക്കും വേണ്ടി ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റാപ്പ് നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങിന് ഉള്ളിലായിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് പുറമേ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെറ്ററോൺ എന്തെങ്കിലും ലെങ്ത് കൂട്ടുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് കുറച്ചുകൂടി മുകളിലേക്ക് ആക്കി വെക്കാൻ പറ്റും. കുറച്ച് മാർജിൻ എക്സ്ട്രാ വെച്ചിരിക്കണം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് 2 അഡീഷണൽ പീസ് കട്ട് ചെയ്തെടുത്ത് ബാക്കിലേക്കുള്ള ഹുക്കിനും വൈക്കും വേണ്ട പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബോഡി മെഷർമെൻറ്റ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യേണ്ട മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ എക്സ്ട്രാ മാർജിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ബാക്ക് സൈഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ ലെങ്ത് എക്സ്ട്രാ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ബാൻഡ് വെച്ചിട്ട് നമുക്ക് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ മെഷർമെൻറ്റ് അനുസരിച്ച് എൻ്റെ സൈഡും ഒക്കെ ഒന്ന് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ്റെ ഉൾഭാഗം നമ്മളിങ്ങനെ മടക്കി അടിച്ചിരിക്കുക ചെയ്യുന്നത്. പിന്നെ സ്ട്രാപ്പ് ഇത് ഇങ്ങനെ മാനുവലായിട്ട് 4 സൈഡും ഹെം ചെയ്ത് അരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലെങ്ത് ഒക്കെ കൂട്ടണമെങ്കിലും ഇതൊന്ന് ഇളക്കിയിട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ മാർജിനിൽ 3-4 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഒന്ന് ഹെം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു മാർജിൻ പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാപ്പ് ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.